എന്താമേ? ഗംഗയുടെ കാര്യം പറയാൻ വിളിച്ചതാ മോനെ. അവള് പൂജാമുറിയിൽ കയറി കയ്യിൽ കർപ്പൂരവും കത്തിച്ച് പൂജയില്ല. എന്തിന്? ശിവഭഗവാന്റെ വിഗ്രഹം കാണുന്നില്ലെന്ന്. വിഗ്രഹമൊക്കെ ആരെടുക്കാനാ? ഇവിടെ ആരെടുത്തോണ്ട് പോവാനാ? ആ വിഗ്രഹം കണ്ടു കിട്ടുന്നത് വരെ പൂജാമുറിയിൽ നിന്ന് ഇറങ്ങില്ലെന്ന് വാശിയില്ല അവള്. എന്ത് ചെയ്യണം മോനെ? ഇത്തരം സില്ലി മാറ്റേഴ്സ് എന്നോട് പറഞ്ഞ് എന്റെ സമയം പാഴാക്കണോ? മോനെ, അവള് സീരിയസ് ആയിട്ടാ പൂജാമുറി കയറിയിരിക്കുന്നത്. വിഗ്രഹം കിട്ടാതെ അവിടെ നിന്ന് ഇറങ്ങുന്ന ലക്ഷണം കാണുന്നില്ല. ഒരു വിഗ്രഹത്തിലൊക്കെ എന്തിരിക്കുന്നു അമ്മേ? അതിന് ശക്തി ഉണ്ടെങ്കിൽ അത് താനെ പറന്ന് അവളുടെ അടുത്ത് എത്തിക്കോളൂ. അമ്മ അമ്മയുടെ കാര്യം നോക്കും. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇതെന്താ ഇവിടെ യജ്ഞം നടക്കുന്നു? ഗംഗയുടെ വിഗ്രഹം കാണാനില്ല. അത് കണ്ടെടുക്കാൻ എവിളി പൂജ നടത്തുന്നേ. നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. അയ്യോ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഗംഗെ, നിനക്ക് തലയ്ക്ക് സുഖയില്ലേ? കയ്യിൽ കർപ്പൂരം കത്തിച്ചോണ്ടിരുന്ന കൈ പൊള്ളില്ലേ? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഞാൻ പറഞ്ഞിട്ട് കേൾക്കുന്നില്ല. ഞാനൊന്ന് സംസാരിക്കാം. ഗംഗേ, ഓം നമ ശിവായ, നിന്റെ വിഗ്രഹം നമുക്ക് കണ്ടെത്താം. ഇപ്പൊ ഇത് നിർത്തൂ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. നിനക്ക് അടുക്കളയിലെ ജോലിയൊന്നുമില്ലേ? പോയേ. ഇവള് പൂജ ഇതുവരെ നിർത്തിയില്ലേ? ആ വിഗ്രഹത്തിന് എന്തെങ്കിലും ശക്തിയുണ്ടോ? ഇവള് ആ വിഗ്രഹത്തിൽ എന്തോ ചെയ്തിട്ടുണ്ട്. ഓം നമ ശിവായ, ഓം നമ ഗംഗേ, ശിവായ. ഇത് മതിയാക്ക്. നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. എന്റെ ഭഗവാനെ കൊണ്ടുവരൂ. വേറെ ഒരു പരിഹാരവും ഇതിനില്ല. വിഗ്രഹം കിട്ടാതെ ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങില്ല. ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇവളെ പിടിച്ചിറക്കാമേ. വേണ്ട, ഓം നമ ശിവായ, ഭഗവാനെ പൂജിച്ചോണ്ടിരിക്കുമ്പോ അത് ചെയ്യാൻ പാടില്ല. ഓം നമ ശിവായ, ഓം നമ ശിവായ. ഗംഗെ ആര് ശല്യപ്പെടുത്തണ്ട. അവള് പൂജ നടത്തട്ടെ. ഓം നമ ശിവായ, നിങ്ങൾ ചെല്ല്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇക്കാര്യത്തിൽ നമ്മളെല്ലാരും നിരപരാധികളല്ലേ നാത്തൂനെ? ഗംഗ പൂജ നടത്തി വിഗ്രഹം കണ്ടെത്തുന്നെങ്കിൽ കണ്ടെത്തട്ടെ, അല്ലാതെ എന്തു പറയാൻ? ഞാൻ എന്തായാലും മഹിയെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഗംഗെ, നിന്റെ ഭഗവാൻ എവിടെയുണ്ടെന്ന് എനിക്കറിയാം. പക്ഷെ എനിക്ക് നിന്നെ സഹായിക്കാൻ കഴിയുന്നില്ലല്ലോ. അവരൊളിച്ചു വെച്ച വിഗ്രഹത്തിന്റെ കാര്യം എങ്ങനെ ഇപ്പൊ ഗംഗയെ അറിയിക്കുക? ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഗംഗേ, ഓം നമ ശിവ. നീ എന്നെ വിളിക്കണ്ട. ഞാൻ ഇവിടുന്ന് പുറത്തിറങ്ങില്ല. അതെന്താ പുറത്തിറങ്ങാത്ത? എന്റെ ഭഗവാനെ കാണാനില്ല. ആ വിഗ്രഹം തിരിച്ചു കിട്ടുന്നവരെ ഞാൻ ഇവിടുന്ന് പുറത്തേക്ക് വരില്ല. ഓം നമ ശിവായ. ഗംഗയെ ഞാൻ പുറത്തിറക്കും. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഞാനീ പന്തുകൊണ്ട് ഗംഗയെ എറിയും. അല്ലെങ്കിൽ പുറത്തു വാ. ഇല്ല, എന്ത് വന്നാലും ഞാൻ പുറത്തിറങ്ങില്ല. ഞാൻ എറിയും. ഗംഗനെ പുറത്തിറക്കും. ഓം നമ ശിവായ. മോളെ, അരുത്, അങ്ങനെ ഒന്നും ചെയ്യരുത്. ഓം നമ ശിവായ, 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 ഓം നമ ശിവായ.
നമഃ ശിവായ ഓം 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 നമഃ ശിവായ ഭഗവാനെ ക്ഷമിക്കണേ, അറിയാതെ ചെയ്തതാ, ക്ഷമിക്കണേ. ഓം നമഃ ശിവായ 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 ദേവേന്റി 3-4 ദിവസം കൂടിയിട്ടാ ഞാൻ ഇന്ന് ഓഫീസിൽ പോയത്. ഇന്നത്തെ മീറ്റിംഗ് എല്ലാം സക്സസ്ഫുൾ ആയിരുന്നു. ഞാൻ പൊളിച്ചു അല്ലേ മഹേട്ടാ? കൺഗ്രാറ്റുലേഷൻസ്. ഇനി മുതൽ മുടങ്ങാതെ ഓഫീസിൽ പോണം. നിന്റെ പ്രസൻസ് മഹിക്കൊരു സഹായാവൂലോ. അമ്മേ, ആ ഗംഗയുടെ കാര്യം എന്തായി? ഗംഗയുടെ എന്ത് കാര്യം? മഹേട്ടൻ എന്തിനാ ഗംഗയുടെ കാര്യം തിരക്കുന്നത്? ഒരു പ്രശ്നമുണ്ടായി മോളെ. ഗംഗയുടെ ശിവഭഗവാന്റെ വിഗ്രഹം പെട്ടെന്ന് കാണാതായി. അതിനുശേഷം അവള് പൂജാമുറി കയറി കയ്യിൽ കർപ്പൂരം കത്തിച്ചിരിക്കാൻ തുടങ്ങി. അവൾ ഇപ്പോഴും പൂജാമുറി തന്നെയാണോ? അവിടെ തന്നെയാ. ഞാൻ പറഞ്ഞിട്ട് അവള് കേൾക്കുന്നില്ല. ആ വിഗ്രഹം കിട്ടാതെ അവള് പൂജ അവസാനിപ്പിക്കില്ല എന്ന ഭാവത്തിലാ. മോനെ, നീ ഇപ്പൊ വന്നത് നന്നായി. നീ ചെന്ന് ഗംഗയുടെ പൂജാമുറിക്ക് പുറത്തിറങ്ങാൻ പറ. അല്ലെങ്കിൽ അവളെ നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോണ്ടി വരും. മഹേട്ടന്റെ ശ്രദ്ധ കിട്ടാനായി അവൾ ഇവിടെ ഓരോന്ന് കാട്ടിക്കൂട്ടുവാണല്ലോ. ഓം നമഃ ശിവായ 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 ഓം നമഃ ശിവായ. ഗംഗേ, നീ എന്താ അവിടെ ചെയ്യുന്നേ? എന്റെ വിഗ്രഹം തിരികെ കിട്ടാനാ ഞാനിതൊക്കെ ചെയ്യുന്നത്. ഇങ്ങനെ ചെയ്താ നിന്റെ വിഗ്രഹം കിട്ടുമെന്ന് എന്താ ഉറപ്പ്? എന്റെ ഉറപ്പ് ശ്രീ മഹേശ്വരനിലാ. ഇതിവിടെ അഹങ്കാരോ? ഇങ്ങനെയൊക്കെ ചെയ്ത് അപകടം ഉണ്ടാക്കിയ നമ്മളല്ലേ സമാധാനം പറയേണ്ടത്? നമ്മളെല്ലാരും കൂടി ഇവളെ തീ പൊള്ളിച്ചെന്ന് പുറത്തുള്ളവരോട് പറയാലോ. ഗംഗേ, മതി നിന്റെ പൂജ, പുറത്തേക്ക് ഇറങ്ങാം. ഇല്ല, എന്റെ വിഗ്രഹം കിട്ടാതെ ഞാൻ ഈ പൂജ നിർത്തില്ല മഹേട്ടാ. ഈ പൂജ ഇവിടെ അനുവദിക്കാനാവില്ല. ഇതിവിടെ പറ്റില്ല. മഹേട്ടാ, എന്റെ വിഗ്രഹം കണ്ടു കിട്ടാതെ ഞാൻ ഇവിടുന്ന് ഇറങ്ങില്ല. നീ ഇവിടെ തപസിരിക്കാൻ തീരുമാനിച്ചിരിക്കണോ? തപസ്സൊന്നുമല്ല, എന്റെ വിഗ്രഹം കിട്ടാനുള്ള പ്രാർത്ഥനയാ. ഇതൊക്കെ ഇവളുടെ അടവാണമ്മേ. ഇവിടെ വന്നപ്പോ മുതല് ഇവൾ ഇവിടെ പലതും ചെയ്യുന്നുണ്ട്. ഇവളെ അച്ഛൻ വിളിച്ചു വരുത്തിയതുകൊണ്ടാ നമ്മൾ ക്ഷമിക്കുന്നത്. പുറത്തിറങ്ങിയില്ലെങ്കിൽ പിടിച്ചിറക്കണം, അല്ല എന്താ ചെയ്യാ? ഗംഗേ, നിന്റെ വിഗ്രഹം കാണാതെ പോയെങ്കിലേ അത് അന്വേഷിച്ച് കണ്ടെത്താൻ ശ്രമിക്കുകയല്ലേ വേണ്ടത്. അതിനു പകരം ഈ അതിക്രമം കാണിച്ച് എങ്ങനെ ശരിയാവും? നീ ഞങ്ങളെ ടെൻഷൻ ആക്കരുത്. എനിക്ക് വിശ്വാസമുണ്ട്, ഈ പൂജ പൂർത്തിയാവുമ്പോ എന്റെ ഭഗവാൻ എനിക്ക് തിരിച്ചു കിട്ടുമെന്ന്. നമ്മൾ എല്ലാരും പറഞ്ഞിട്ട് ഇവള് കേൾക്കുന്നില്ലല്ലോ. പാവം, അവളുടെ ഒരു ചെറിയ കാര്യത്തിനല്ലേ ഈ പൂജ. അവളുടെ ആഗ്രഹം ഭഗവാൻ നടത്തിക്കൊടുക്കട്ടെ കളിയാ. നിങ്ങളൊക്കെ ഏത് ലോകത്താ ജീവിക്കുന്നത്? മനുഷ്യന് ഭക്തിയാവാം, പക്ഷെ അത് അന്ധമായ ഭക്തി ആവരുത്. രേഷ്മേ പോകാം. ഈ വിഗ്രഹങ്ങളൊക്കെ കല്ലും മണ്ണും മാത്രമാണ്. അതിൽ ശക്തി ഉണ്ടെന്ന് വിശ്വസിക്കുന്നവരോട് എനിക്ക് സഹതാപേ ഉള്ളൂ. മഹേട്ടാ, അരുത്, അങ്ങനെയൊന്നും പറയരുത്. നീ ഈ പരിപാടി ഇപ്പൊ തന്നെ നിർത്തി പൂജാമുറിയിൽ നിന്ന് പുറത്തിറങ്ങിക്കോണം. മഹേട്ടൻ പറഞ്ഞത് കേട്ടല്ലോ. അനുസരിക്കാതിരുന്ന നിനക്കാണ് ദോഷം. നിനക്ക് വിശക്കുന്നില്ല ഗംഗേ? നീ എത്ര നേരമായി ഇവിടെ പൂജ നടത്തുന്നു? ദേ, കിച്ചണിലെ സീമേച്ചി നല്ല ചിക്കൻ കറിയും കപ്പയും കരിമീനും ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പറഞ്ഞപ്പോ തന്നെ എന്റെ വായിൽ വെള്ളം വരുന്നു. നിനക്ക് വേണോടി? വാ. രശ്മേ, വേണ്ട. അവള് പൂജ നടത്തിയ വിഗ്രഹം കിട്ടുമെങ്കിൽ പൂജ നടത്തട്ടെ. കുറച്ചു കഴിയുമ്പോ അവളെല്ലാം മതിയാക്കി താനെ പുറത്തു വന്നോളും. നീ വാ. ശ്രീ മഹേശ്വര, അങ്ങ് എവിടെയാണെന്നൊരു സൂചന തരുന്നത് വരെ
ഞാൻ കർപ്പൂരം കത്തിച്ചു നിൽക്കും. ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ശോ. ഗംഗ ഇപ്പോഴും പ്രാർത്ഥിച്ചോണ്ടിരിക്കുകയാണോ? അവളും അവളുടെ ഒരു പ്രാർത്ഥനയും. ഗംഗ കയ്യിൽ കർപ്പൂരം വെച്ച് ഭഗവാനെ വിളിച്ചങ്ങ് പ്രാർത്ഥിച്ചാലേ അവളുടെ വിളി കേൾക്കാൻ ഇരിക്കുമല്ലേ ഭഗവാൻ? അഹങ്കാരി. ആരൊക്കെ പറഞ്ഞിട്ടും അവള് പൂജാമുറിയിൽ നിന്ന് പുറത്തു വരുന്നില്ല. മഹിയേട്ടൻ വന്ന് അവളുടെ കയ്യിലെ കർപ്പൂരം തട്ടിക്കളഞ്ഞു. എന്നിട്ടും അവള് പിന്മാറുന്നില്ല. വീണ്ടും അവള് കർപ്പൂരം കയ്യിൽ കത്തിച്ചേക്കും. കത്തിക്കട്ടെ. അവളുടെ കൈ പൊള്ളി വീർക്കുമ്പോ താനേ പ്രാർത്ഥന മതിയാക്കി പുറത്തു വന്നോളും. നഷ്ടപ്പെട്ട അവളുടെ വിഗ്രഹം പൂജ ചെയ്ത് കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് അവള് കരുതുന്നത്. എന്നാലും അതാരാ മോഷ്ടിച്ചത്? ഇവിടെ ആർക്കും അവളുടെ വിഗ്രഹത്തിന്റെ ആവശ്യം? അമ്മയ്ക്ക് ആരെങ്കിലും സംശയമുണ്ടോ? അമ്മ എന്തൊന്നും മിണ്ടാത്തെ? അമ്മയാണോ അവളുടെ വിഗ്രഹം മോഷ്ടിച്ചേ? ഞാൻ മോഷ്ടിച്ചതല്ല മോളെ, എടുത്തു മാറ്റിയതാ. അയ്യോ, അമ്മ എന്തിനാ ഇത് ചെയ്തത്? ഇവിടെ ആരെങ്കിലും അറിഞ്ഞോ അമ്മ കള്ളിയാവില്ലേ? അവളുടെ വിഗ്രഹം എടുത്തു മാറ്റിയത് ഞാനാണെന്ന് ആരറിയാനാ? ആരും അറിയാൻ പോകുന്നില്ല. ആ വിഗ്രഹം കൂടെ കൊണ്ട് നടക്കുന്നതിന് പിന്നിലെ അവൾക്ക് എന്തോ ഗൂഢലക്ഷ്യങ്ങളുണ്ട് മോളെ. അത് ഈ വീട്ടിൽ നടക്കാൻ പാടില്ലല്ലോ. ആ വിഗ്രഹം അവളുടെ ശക്തി. അതുകൊണ്ടാണല്ലോ ആ കുളത്തിൽ മുങ്ങിയിട്ട് അവള് പൊങ്ങി വന്നത്. അമ്മ ഇത് ചെയ്തതുകൊണ്ട് എന്താ സംഭവിച്ചെന്നറിയോ? മഹിയേട്ടൻ ഗംഗയുടെ കാര്യത്തിൽ കൂടുതൽ ഇടപെടുന്നു. മഹിയേട്ടന്റെ ശ്രദ്ധയില് അവള് കേറിക്കൂടുവാണ്. അവളെ അവളുടെ വിഗ്രഹത്തെയും അവളുടെ പാട്ടിന് വിട്ടിരുന്നെങ്കിൽ മഹിയേട്ടൻ ഇതൊന്നും അറിയില്ലായിരുന്നല്ലോ. മോളെ, ഞാനിത് ചെയ്തോണ്ടുള്ള ഗുണം നിനക്കറിയില്ല. മതി, നിർത്ത്. ഇതുപോലുള്ള പൊട്ടത്തരൊന്നും ഇനി കാണിക്കരുത്. കള്ളി എന്നുള്ള പേര് കിട്ടിയാലേ പിന്നെ അത് മാറില്ല. ദേ, ഇനി മഹിയേട്ടന്റെ ശ്രദ്ധ ഗംഗയിലെത്തുന്ന ഒരു കാര്യങ്ങളും ഇവിടെ നടന്നേക്കരുത്, കേട്ടല്ലോ? ചിന്തിക്കാതെ ഓരോ പ്രവർത്തികൾ ചെയ്ത് വച്ചോളൂ. വെളുക്കാൻ തേച്ചത് പാണ്ടാവോ? ഈശ്വര. ഭഗവാൻ. എല്ലാരും ഓടിവായോ, ഭഗവാനെ കിട്ടി. ഗംഗയുടെ ഭഗവാനെ കിട്ടി. എന്താ മോളെ, എന്തു പറ്റി? ഗംഗയുടെ ദൈവം, അത് കാണിക്കാനാ വിളിച്ചത്.
വിഗ്രഹം കിട്ടാനല്ലേ ഗംഗ പൂജ നടത്തുന്നത്. ഗംഗയുടെ പൂജയുടെ ശക്തി അപാരം തന്നെ. വിഗ്രഹം കണ്ടുകിട്ടിയല്ലോ. ആഹാ, എല്ലാരും കൂടി വിഗ്രഹം കണ്ടെത്തിയോ? ഞങ്ങള് കണ്ടെത്തിയതല്ല, മാള് വിളിച്ച് കാണിച്ചു തന്നതാ. ഈ വിഗ്രഹം ആരെവിടെ കൊണ്ടിട്ട്? ആരെങ്കിലും കൊണ്ടുവയ്ക്കാതെ ഇതിവിടെ വരില്ലല്ലോ. ശംഭോ മഹാദേവാ, ഏതു മഹാഭാവിയാ ഭഗവാനെ ഇവിടെ കൊണ്ടൊന്ന് ഉപേക്ഷിച്ചത്? വിഗ്രഹം ഇവിടെ കൊണ്ടുവച്ച ആളെ തിരക്കി നടന്ന് ആരും സമയം കളയണ്ട. വിഗ്രഹം കിട്ടിയല്ലോ, ആ ഗംഗയുടെ പൂജ നിർത്തണം. ഇപ്പൊ എടുത്തത് തന്നെ. ഞാൻ ആവുന്നത്ര ശ്രമിച്ചിട്ട് നടന്നില്ല. മഹി വിഷമിക്കും. അയ്യോ, ഇതെന്താ അനങ്ങാത്തെ? അയ്യോ, ഇതെന്താ മറിമായം? എന്ത്? ഞാൻ നിന്നോട് പറഞ്ഞില്ലായിരുന്നോ ആ വിഗ്രഹത്തിന്റെ ഭാരത്തെ പറ്റി? മിണ്ടാതിരിക്കെ. ഈ ദൈവത്തിനെന്തോ ശക്തിയുണ്ട്. അതെ അതെ, ശക്തി ഉണ്ടാവും. അത് ശിവഭഗവാന്റേതല്ല. ആ ഗംഗ ഇതിൽ എന്തോ കൂടോത്രം ചെയ്തതിന്റെ ആയിരിക്കും. ശക്തി ഓരോരുത്തരുടെയും വിശ്വാസമല്ലേ. മഹി, ഈ വിഗ്രഹം ഗംഗയ്ക്ക് കൊടുത്ത് അവളുടെ പൂജ ഇന്നത്തോടെ അവസാനിപ്പിക്കണം. ശരി അമ്മേ. വിഗ്രഹം കൊടുക്കുന്നതോടെ ഗംഗയ്ക്ക് മഹിയേട്ടന്റെ വഴക്ക് കിട്ടിയേക്കും. മഹിയുടെ പോക്ക് കണ്ടാലേ അറിയാം ഗംഗ എടുത്തിട്ട് കുടഞ്ഞത് തന്നെ. ചിലപ്പോ ഇവിടെ നിന്ന് പുറത്താക്കാൻ സാധ്യതയുണ്ട്. ബാ നോക്കാം. വാ മോളെ. ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ, ഓം നമഃ ശിവായ. ഇതെങ്ങനെ നടന്നു? ആ ദൈവത്തിന്റെ ശക്തിയാണോ? ഓം നമഃ ശിവായ, 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 ഓം നമഃ ശിവായ. എങ്ങനെ? അയ്യോ, എന്റെ ഭഗവാൻ. അയ്യോ, ശ്രീ മഹേശ്വര. ഇത് തന്നെയല്ലേ ആ വിഗ്രഹം? അതെ, ഇത് തന്നെയാ. ദാ. മഹേട്ടാ, ഇത് എവിടുന്ന് കിട്ടി? കിട്ടിയത് എവിടെന്നെങ്കിലും ആവട്ടെ. ഇതിന്റെ പേരില് നീ കാണിച്ചത് കുറച്ച് കൂടിപ്പോയി. എന്റെ ഭഗവാൻ എനിക്ക് തിരിച്ചു കിട്ടി. അല്ല, മഹേട്ടൻ എനിക്കിത് കണ്ടുപിടിച്ചു തന്നു. മഹേട്ടാ, നന്ദി, ഒരുപാട് നന്ദിയുണ്ട്. നന്ദി പറയേണ്ടത് എന്നോടല്ല, മാളുവിനോടാ. അവളാ ഇത് കണ്ടെത്തിയത്. ഇനി ഇത് നഷ്ടപ്പെടാതെ എവിടെങ്കിലും കൊണ്ട് സൂക്ഷിച്ചു വെക്കേ. നിന്റെ പ്രശ്നം പരിഹരിച്ചില്ലേ? ഇനി പൂജാമുറിക്ക് പുറത്തിറങ്ങണം. ഇത്ര നേരായിട്ടും ഒന്നും കഴിക്കാതിരിക്കല്ലേ? പോയി എന്തെങ്കിലും കഴിക്ക. എന്തായാലും ഗംഗയുടെ പൂജ ഏറ്റു. വിഗ്രഹം പോയതുപോലെ തിരികെ വന്നില്ലേ? ഗംഗയുടെ പൂജയ്ക്ക് ഫലം ഉണ്ടാകുമെന്ന് ഞാനേ ആദ്യമേ പറഞ്ഞതാ. അപ്പോ നിങ്ങൾ ആരും വിശ്വസിച്ചില്ല. കൂടുതൽ സംസാരിച്ച് ഓവർ ആവണ്ട, ഇങ്ങോട്ട് വാ. വിഗ്രഹം കാണാതായതിന്റെ പേരില് നീ ഇവിടെ പ്രശ്നം ഉണ്ടാക്കിയത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. ഈ നാടകം ഇനി ഇവിടെ ആവർത്തിക്കരുത്. അതാ നിനക്ക് നല്ലത്.
നീ ഈ വിഗ്രഹത്തിൽ എന്തെങ്കിലും മന്ത്രവാദം ചെയ്തിട്ടുണ്ടോടി? ഇത് ഭഗവാന്റെ വിഗ്രഹല്ലേ, ഇതിലെങ്ങനെ മന്ത്രവാദം ചെയ്യുന്നേ? ഈ വിഗ്രഹത്തിനെ ഭഗവാന്റെ ശക്തിയൊന്നുമില്ല. പക്ഷെ നീ ഇതിൽ എന്തോ കൂടോത്രം ചെയ്തിട്ടാ ഇവിടെ വന്നിരിക്കുന്നെ. ഈ വിഗ്രഹം കൊണ്ട് എത്രയും വേഗം നീ ഇവിടെ നിന്ന് പൊയ്ക്കോ. അതാ നിനക്ക് നല്ലത്. ഭഗവാനെ, അങ്ങ് എന്റെ അടുത്തേക്ക് തന്നെ തിരികെ വന്നല്ലോ. ശ്രീ മഹേശ്വര, അവിടുന്ന് എന്റെ പ്രാർത്ഥന കേട്ടു. ഭഗവാനെ,